നിങ്ങൾ സാംസങ് ഫോൺ യൂസ് ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ മിസ് ചെയ്താൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അതെന്താ ഇപ്പൊ അത്ര വലിയൊരു കാര്യം എന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഫോളോ ചെയ്തു. നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഹോം ബട്ടണിലോ അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതാ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇത് ബേസിക്കലി സർക്കിൾ ടു സെർച്ച് ആണ്. നിങ്ങൾക്ക് വേണ്ടുന്ന അവിടെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്താൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കൂടാതെ വേറെയും രണ്ട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ യൂസ് ചെയ്യാണ്, ഇത് ഫുൾ ഇംഗ്ലീഷിലാണ്. അപ്പൊ ജസ്റ്റ് ഇതാ ഈ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്യുക, അത് ഫുള്ള് മലയാളത്തിലാവും. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഫുള്ള് വായിക്കാവുന്നതാണ്. ഇങ്ങനെ ഏതൊരു ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാനും വായിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്തത്, നിങ്ങളുടെ മനസ്സിൽ ഒരു പാട്ടുണ്ട്, പക്ഷെ പേരറിയാത്തതുകൊണ്ട് അത് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മ്യൂസിക് ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വരി ജസ്റ്റ് ഒന്ന് മൂളി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാടി കൊടുക്കുക. അപ്പോൾ തന്നെ അത് ഏത് പാട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ കൊടുത്തേക്കുന്ന ലിസ്റ്റിലുള്ള സാംസങ് ഫോണുകളിലാണ് ഇപ്പോൾ ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ ഞാൻ ഒരു അഡീഷണൽ ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ സാംസങ്ങിന്റെ കീബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ വലിയ പാരഗ്രാഫ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രണ്ട് വിരലുകൊണ്ട് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക, അത് ഫുള്ള് ബാക്ക് ആവും. പിന്നെ രണ്ട് വിരലുകൊണ്ട് തിരിച്ചു സ്വൈപ്പ് ചെയ്താൽ ആ പോയത് മൊത്തം തിരിച്ചു വരും. അപ്പൊ നിങ്ങളുടെ സാംസങ് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഇവിടെ ഒന്ന് ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.